പെട്ടെന്നൊരു തോന്നൽ വന്ന പോലെയായിരുന്നു ഈ റൈഡിന്റെ തുടക്കം. രാവിലെ 6:30 ആയപ്പോൾ നാട്ടിലെ ചൂട് കണക്കിലെടുക്കാതെ ബൈക്ക് എടുത്തിറങ്ങി. ആദ്യം വൈഫിനെ വർക്കിന് പോകാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റി വിട്ടു. അവിടെ നിന്ന് ബൈക്ക് ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് നേരെ യാത്ര തുടങ്ങി. ബൈക്കിന് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അധികം പുഷ് ചെയ്യാൻ പറ്റിയില്ല. കോഴഞ്ചേരി, റാന്നി, എരുമേലി, മുണ്ടക്കയം റൂട്ട് വഴിയാണ് ഞാൻ കുട്ടിക്കാനം പ്ലാൻ ചെയ്തത്. റൈഡ് ചെയ്ത് പോകുമ്പോൾ ഡിണ്ടിഗുൾ തേനി ഹൈവേയിൽ ഒരു പയ്യൻ R15 പാരലൽ വന്നിട്ട് എക്സോസ് നോട്ടും കേൾപ്പിച്ച് കൈ കൊടുത്തുപോയി. റേസിനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് മനസ്സിലായെങ്കിലും മെച്യൂരിറ്റി വന്നുകൊണ്ടാവാം ഞാനത് വളരെ പൊളൈറ്റ്ലി ഇഗ്നോർ ചെയ്ത് എൻ്റെ സോളോ റൈഡ് ഞാൻ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോയി. സോളോ റൈഡിന് കിട്ടുന്ന ഫ്രീഡവും ഫീലും ഒക്കെ കുറച്ചൊക്കെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും സോളോ റൈഡ് തന്നെയാണ് ബെസ്റ്റ് എന്നല്ല കേട്ടോ. ഓരോ റൈഡിനും അതിൻ്റെ സ്വന്തം വൈബുണ്ട്. ഈ റൈഡ് എനിക്കൊരു പീസ്ഫുൾ റീസെറ്റ് ആയിരുന്നു. ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. വൺ സൈഡ് ഏകദേശം ഒരു 90 കിലോമീറ്റർ മാത്രം. എരുമേലി എത്തിയപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോപ്പ് എടുത്തു. അവിടെ കുറച്ച് ന്യൂ ഫേസസിനെ പരിചയപ്പെട്ടു. ചായ കുടിച്ചും ചെറിയൊരു സ്ട്രെച്ച് ചെയ്തുമൊക്കെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു കിടിലൻ റൂട്ട് കിട്ടി. ഹൈവേയിൽ നിന്നും റബ്ബർ ബോർഡ് സെൻട്രൽ നഴ്സറി റൂട്ടിലേക്ക് കയറിയാൽ അടിപൊളി ഫീലാണ്. പുറത്തൊക്കെ എത്ര ചൂടാണേലും ഡെൻസ് ഗ്രീനറി കാരണം ഈ വഴി റൈഡ് ചെയ്യുമ്പോൾ നല്ല കൂൾ ഫീലാണ് കിട്ടുന്നത്. അവിടെ പല റൈഡേഴ്സും കപ്പിൾസും ബ്രേക്ക് എടുത്തിരിക്കുന്നതും കണ്ടു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഫേമസ് ആയ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എത്തി. സമ്മറിന്റെ കാഠിന്യം കൊണ്ടാവാം വാട്ടർഫോൾസിന് പകരം വാട്ടർ ഡ്രോപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ സ്റ്റോപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്തു. റോഡ് കണ്ടീഷൻസ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതുവരെ ബ്ലോക്കോ റോഡ് വർക്കോ ഒന്നും വന്നിട്ടില്ല. മുണ്ടക്കം എത്തിയപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ണിൽപ്പെട്ടു. അവിടെ ബൈക്ക് നിർത്തി ചെറിയൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. സോളോ റൈഡ് ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. ട്രൈപോഡൊക്കെ വെച്ച് 1-2 പിക്സ് എടുത്ത് ഞാൻ എന്നെ തന്നെ അങ്ങ് ഹാപ്പിയാക്കി. അവിടെ നിന്ന് നേരെ പരുന്തുംപാറ. റൈഡ് ചെയ്ത് ടയർഡ് ആണെന്ന് തോന്നുമ്പോൾ സ്റ്റാൻഡിംഗ് റൈഡ്സ് ട്രൈ ചെയ്യാം. റിലാക്സിങ് മാത്രമല്ല, മൗണ്ടൻ റോഡ്സിൽ ബെറ്റർ വ്യൂവും കിട്ടും. ഈ ബൈക്കിന്റെ ടോർക്ക് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം 37.5 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉള്ളതുകൊണ്ട് ഫോർത്ത് ഗിയറിലിട്ട് ക്ലച്ച് ഫുള്ളി റിലീസ് ചെയ്തിട്ട് വിത്തൗട്ട് ആക്സിലറേറ്ററിൽ നോർമൽ ഹിൽസ് ഒക്കെ ഈസി ആയിട്ട് കയറിപ്പോകും. സ്റ്റാൻഡിംഗ് റൈഡ് ചെയ്യുമ്പോൾ റോഡ് സൈഡിലുള്ളവർ നോക്കും, ചിലർ കമന്റ് അടിക്കും. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫാമിലി കാർ പാരലൽ വന്നിട്ട് എന്താ ഇരിക്കാത്ത എന്ന് ചോദിച്ചു. പക്ഷേ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പയ്യൻ തന്നെ ഫാദറിന് കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കുട്ടിക്കാനം എത്തുമ്പോഴേക്കും നല്ല കാർമേഘം വന്നു. വെയിൽ കുറച്ചൊക്കെ മാറി. മുഴുവനും ഒരു ക്ലൗഡി മൂഡായിട്ട് മാറി. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പരുത്തുംപാറയിലെത്തി. ഈ ചൂടിലും ഇത്രയും ഫാമിലീസ് അവിടെ എൻജോയ് ചെയ്യാൻ വരുന്നു എന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അവിടെയും കുറച്ച് പിക്സും വീഡിയോസും ഒക്കെ എടുത്തു. ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. ശേഷം അവിടെ തന്നെ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് ബൈക്ക് ഓടിച്ച് കയറ്റി. ലൈറ്റ് ഓഫ് റോഡിനൊക്കെ ഈ ബൈക്ക് സെറ്റാണ് കേട്ടോ. ഈസി ആയിട്ട് മുകളിലെത്തി. തിരിച്ചു വരും വഴി നല്ല ഫ്ലവേഴ്സ് നിറഞ്ഞ കുറച്ച് ട്രീസ് കണ്ടു. റൈഡേഴ്സ് എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിക്സ് എടുക്കുന്നുണ്ടായിരുന്നു. മൊട്ടക്കുന്നിൽ വെച്ച് പരിചയപ്പെട്ട അതേ റൈഡറിനെ വീണ്ടും അവിടെ വെച്ച് കണ്ടു. അദ്ദേഹം വീണ്ടും വാഗമൺ പോവുകയാണ്. റൈഡിൽ ഇറങ്ങിയാൽ എനിക്ക് വിശപ്പധികം തോന്നാറില്ല. പക്ഷേ വിശന്നാൽ ഞാൻ യൂഷ്വലി ഒരു കമ്പോസ കുടിച്ചാണ് ദാഹവും വിശപ്പും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്. മൊത്തത്തിൽ വളരെ ഹാപ്പി ആയൊരു റൈഡായിരുന്നു ഇത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു റൈഡ് പോയാൽ മനസ്സൊന്ന് റീസെറ്റ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. റൈഡ് ചെയ്യുമ്പോൾ ക്ലൈമറ്റിനെയും റോഡിനെയും മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നെ സോളോ റൈഡിന് കിട്ടുന്ന ആ ഒരു ഫ്രീഡം, അതൊരു വേറെ ഫീൽ തന്നെയാണ്.